ആത്മവിഷയകമായ ബുദ്ധി ആർക്ക് ശ്രവണ മനന നിധിധ്യാസനം വഴി ലഭിച്ചുവോ ആ ജ്ഞാനം അത് നേടുക ആദ്യം. എന്നിട്ട് അതിനെ മനനം ചെയ്ത് ശ്രവണപൂർവകമായ മനനം കൊണ്ട് നിധിധ്യാസനം വരുത്തി അങ്ങനെ നേടുന്നതാണിത്. അതിനെയാണ് ഒരു വഴി എന്ന് പറയുന്നത്. അത് സവിധ സമാധി, മറ്റത് സഹജ സമാധി. അതിനും വേദാന്ത ശ്രവണം അല്ലെങ്കിൽ വസ്തുതത്വം അറിയണം. അതിന് ഭാഷ ഗുരുവിൻ്റെതാണ്. പൊതുവിൽ ഒന്ന്, വ്യക്തികളോട് വേറൊന്ന്. അതുകൊണ്ട് സൂക്ഷിച്ച് സ്വയം പഠിച്ചാൽ അതിൻ്റെ തലം മനസ്സിലാവും. പക്ഷേ ആ ശ്രവണമില്ലാതെ പഠിച്ചാൽ ജ്ഞാനമില്ല. ഇതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതാണ് ഗീതയിൽ 13-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ 13-2 കണ്ടോ? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോജ്ഞാനം യത്തജ്ഞാനം മതം മമ. അതിന്റെ ശങ്കര ഭാഷ്യത്തിൽ ചില ആചാര്യന്മാർ ഞാൻ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നിങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവർ ശ്രുതിക്ക് ഹാനി വരുത്തുകയും അശ്രുതമായതിനെ പറയുകയും ചെയ്യുന്നു. ശ്രുതിഹാനി അശ്രുത കൽപ്പനാംച കുറുവൻ തസ്മാത്. അതുകൊണ്ട് അസമ്പ്രദായ വിത്ത് സർവശാസ്ത്രവിദ് അഭി മൂർഖവത് ഏവ ഉപേക്ഷണീയ. അവരെ മൂർഖനെ എന്ന പോലെ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ ഈ ജ്ഞാനം വരില്ല. അപ്പൊ ശ്രവണ ഉൽപ്പന്ന ജ്ഞാനം. വേദം ഒരു സാഗരമാണ്. പഠിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഒരു അടുക്ക് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പുസ്തകം കൊണ്ട് വായിക്കാൻ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും ഒരു തുമ്പും എത്തുകയില്ല. അത് വായിക്കുന്നതിനുള്ള ഒരു കണ്ണടയുണ്ട്. അത് സാമ്പ്രദായികമാണ്. അതുകൊണ്ടാണിത് ശ്രവണപൂർവകമായി പഠിച്ചു പോകുന്നതാണ്. പരമ്പരയായി. ആ പരമ്പര എവിടെയെങ്കിലും കാണും. അച്ഛൻ മകൻ എന്ന നിലയിലോ ആചാര്യൻ ശിഷ്യൻ എന്ന നിലയിലോ 2 പരമ്പരകൾ ഇവിടെയുണ്ട്. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച എന്ന പുത്രപരമ്പരയും ദക്ഷിണാമൂർത്തി സനൽ സുജാതൻ എന്ന ശിഷ്യ പരമ്പരയും. ഇങ്ങനെയുള്ള 2 പരമ്പരകളാണ് അന്നും ഇന്നും ഇത് പഠിക്കാനുള്ളത്. അതിൻ്റെ പാരമ്പര്യ വിജ്ഞാനത്തെ കിട്ടാതെ അവർ സൂക്ഷിച്ച പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ കണ്ണികൾ രേഖപ്പെടുത്താതെ എഴുതി വച്ചിരിക്കുന്ന അറിവിനെ മാത്രം കയ്യിൽ കിട്ടിയതുകൊണ്ട് മറ്റൊരു ശാസ്ത്രം കിട്ടിയെന്നേ പറയാൻ പറ്റും. അതുതന്നെ അത്ഭുതത്തിനിടയായേക്കാം. അതുകൊണ്ട് ആഗ്രഹവും ജനിച്ചേക്കാം. പഠിക്കാനാവില്ല. ഒരു സാമ്പ്രദായിക ചരണം. അതിലുപയോഗിച്ചിരിക്കുന്ന ലിംഗങ്ങൾ, അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത്. അവരുടെ പരമ്പരയിൽ മാത്രം പ്രകടമാകുന്നതാണ്. അത് വേറൊരാളുകൊണ്ട് വായിക്കുമ്പോൾ അബദ്ധത്തിൽപ്പെടും. ഗീതയൊക്കെ വായിക്കുമ്പോൾ തത്തളിയ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അതിലെ ഭാഷയിൽ തന്നെ അതേ ശ്ലോകം വെച്ചാണ്. മനസ്സിലായില്ല? ഭഗവത്ഗീത ഒരു പുസ്തകമേ ഉള്ളൂ. അത് ഏത് ഗിരി വ്യാഖ്യാനിച്ചാലും ഒരു സാധനമേ ഉള്ളൂ. ശരിയല്ല? മനസ്സിലായില്ല? പക്ഷെ ഈ വ്യാഖ്യാനത്തിന് ഭേദം വരുന്നത് ഈ സമ്പ്രദായത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ അറിവിലേക്ക് കടന്നു ചെല്ലേണ്ടത്?
അതിനൊരു സഭാമര്യാദയുണ്ട്. അതിലാണ് അതിന്റെ രഹസ്യം ഇരിക്കുന്നത്. അതിലെ വാക്കെടുത്ത് അപഗ്രഥിച്ചാൽ അപകടത്തിൽ ചെന്ന് ചാടും. അതെന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വിടും. അപ്പൊ എല്ലാ അറിവിനും സാമ്പ്രദായികമായൊരു തലമുണ്ട്. അതിന് രഹസ്യം എന്നാ പറയാ, ഗൂഢം. അത് ഇന്നാ കൂടുതൽ മനസ്സിലാകുന്നത്. ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു മരുന്നിന്റെ ഫോർമുല കിട്ടിയിട്ട് കാര്യമില്ല. അണ്ടർ വിച്ച് ടെമ്പറേച്ചർ, വിച്ച് പ്രഷർ, മനസ്സിലായില്ല, ഇൻ വിച്ച് പ്രപ്പോർഷൻ. പ്രപ്പോർഷനിലൊരു ചെറിയ മാറ്റം വന്നാൽ മരുന്നുണ്ടാക്കി കൊടുത്താൽ രോഗം മാറുമെന്ന് പറഞ്ഞു. മരുന്നിന്റെ പേര് വേണമെന്ന് പറഞ്ഞു, ഇതാ പിടിച്ചോളാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. അവിടെ ചെന്ന് ഈ സാധനം കലക്കി അരച്ചു കൊടുത്ത് കടപ്പിലാവും. മറിച്ച് ഇതിലെ ഒരു സാധനം 2 ഗ്രാമും, വേറൊരു സാധനം 3.25 ഗ്രാമും, വേറൊരു സാധനം 4.25 അരക്കാൽ ഗ്രാമും ആയിരിക്കും ചേർക്കേണ്ടത്. മനസ്സിലായില്ല? ആ ഫോർമുല ഗൂഢമാണ്. അത് ഇന്ന ടെമ്പറേച്ചറിൽ ചെയ്യണമെന്നുണ്ടായിരിക്കും, ഇന്ന പ്രഷർ നിലനിർത്തണം എന്നുണ്ടായിരിക്കും. മനസ്സിലായില്ല? അതിനെയാണ് നിങ്ങൾ ഗൂഢമെന്നർത്ഥം വരുന്ന പേറ്റന്റ് സീക്രട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ദർ ഇസ് എ പേറ്റന്റ് സീക്രട്ട്. ലോകത്തൊന്നും ഉണ്ട്. പൗരാണികരുടെ ഇടയിലെ ആ പേറ്റന്റ് സീക്രട്ട് അതിന്റെ ശുഭമായ കാര്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് തോന്നുമ്പോഴേ ആ സീക്രട്ട് വെളിയിലാവുള്ളൂ. അത് ശുദ്ധമായ ഒരു തലത്തിലേ വീഴുള്ളൂ. അതിശുദ്ധമായ ബാക്കി പ്രകാരാന്തരേണ പഠിക്കാം, പഠിച്ചുവെന്ന് അഭിമാനിക്കുകയും ചെയ്യാം. ഇന്ന അധ്യായം ഗീതയൊക്കെ നമുക്കറിയാം, ശ്ലോകവും ചൊല്ലാം. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന അതീവ രഹസ്യമായത് ആ ശ്രവണ ഉൽപ്പന്ന ജ്ഞാനം, പാണ്ഡിത്യം. ആ പാണ്ഡിത്യം നിർവിദ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ അറിഞ്ഞ് ബാല്യേന തിഷ്ഠാസേത്, മനനം ചെയ്യുക. ബാല്യം ബലഭാവം. ശ്രവണം സബലമാകുന്നത് മനനത്തിൽ. അപ്പൊ ശ്രവണവും മനനവും പൂർണ്ണമാകുമ്പോൾ ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാധമുനി. നിധിധ്യാസനം മുനി, മൗനം ച അമൗനം ച. അർത്ഥാത് ശ്രവണമനനാദികൾ പൂർണ്ണമായാൽ അത് ബ്രാഹ്മണൻ. അവിടെ ബ്രഹ്മദർശി. പശ്യത എന്നതിനർത്ഥം ഈ ബ്രഹ്മദർശി. അപ്പോൾ പശ്യത ബ്രഹ്മദർശി, ബ്രഹ്മവിത്ത്. ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ. അപ്പോ സ്വപ്നം, സുഷുപ്തി, ജാഗ്രതൻ, സ്വപ്നം, സുഷുപ്തി, മൂർച്ഛിതൻ, ഈ തലങ്ങളെല്ലാം കടന്ന് പൂർവാർദ്ധത്തിൽ സംയമി ശബ്ദാർത്ഥം വരുന്നു. അപ്പോൾ പശ്യതോ മുനി, ഈ വിശേഷണം സംയമിയും വിശേഷ തലത്തിൽ പറയുന്നു. യോഗമാർഗീയ സംയമനത്തിൽ എങ്ങനെ അനുഷ്ഠാനം ചെയ്യുക, ധാരണ, ധ്യാന, സമാധി, അഭ്യാസം എങ്ങനെ ചെയ്യുക, അതിനുശേഷം ശ്രവണമനനാദികൾ എങ്ങനെ, അതിൻ്റെ പരമാവശ്യമെന്ത്, ഇതെല്ലാമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ പരമാത്മാവ് കേവല ഉപനിഷത് വേദ്യമാണ്. ഉപനിഷത് വേദ്യമാണ് പരമാത്മാവ്. വേറെ ഒരു തരത്തിലും അറിയില്ല, അടുത്തിരുന്നറിയേണ്ടതാണ്. അടുത്തെങ്ങനെയാണ് ഇരിക്കുക? അധിഷ്ഠാനത്തിൽ രണ്ടുപേരും എത്തുമ്പോൾ അധിഷ്ഠാനം രണ്ടുപേരെയും രക്ഷിക്കും.
ആരോപ്യത്തിൽ രണ്ടുപേരും ഇരിക്കുമ്പോൾ താൽക്കാലികമായ സമതയുണ്ടാകുമെങ്കിലും രണ്ടുപേരും ദുഃഖിതരാവും. ഒരാൾ ആരോപ്യത്തിലും ഒരാൾ അധിഷ്ഠാനത്തിലും ഇരുന്നാൽ വീണ്ടും ദുഃഖിതനാവും. ഇതിനൊരു ശ്ലോകമുണ്ട്. എങ്ങനെ കിട്ടി? ഓം ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ. അതാണ് അതിനുള്ള ശ്ലോകം. സാ അവൻ, ഹ ഇതിഹാസ പ്രസിദ്ധൻ, ഇതിഹാസ പ്രസിദ്ധനായ ആ ബ്രഹ്മം എന്നെയും നിന്നെയും നമ്മളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. ആദ്യത്തെ സഹായെ വിഭജിക്കണം. അതാ ഈ രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞതാ. അല്ലാതെ ചോറുണ്ണാൻ നേരത്തിരുന്നിട്ട് ഓം സഹനാവതു സഹനൗനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഇനി എല്ലാവരും ഉണ്ടോ? അതൊരു ക്രിയാക്രമമാണ്. ആ സമയത്തൊക്കെ ഇരിക്കുന്നവന് വല്ലാത്ത ദേഷ്യ വരുന്നത്. ഇതിനോടൊരു വെറുപ്പ് വരുന്ന പിള്ളേർക്കാണെങ്കിൽ. കാരണം വിശന്ന് ഊപ്പാടടിക്കുമെന്നിരിക്കുമ്പോൾ മന്ത്രം ചൊല്ലിയിട്ടേ ഉണ്ണാവുള്ളൂ എന്ന് പറയും. മറിച്ച് അവനെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് അവൻ സ്വയമേവ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എന്ന ബോധത്തിലേക്ക് വരുന്നുവെങ്കിൽ ആ ബോധം ഗംഭീരമാണ്. അവിടെ സഹ ഒരുമിച്ചെന്നല്ല, സാഹ ഹ ഇതിഹാസ പ്രസിദ്ധിദ്യോതക ശബ്ദമാണ്. സാ അവനെന്നാണ്. അവൻ ഈ അവൻ നമ്മെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അവതു ഓങ്കാര നിർദ്ദിഷ്ടമായ ആ ബ്രഹ്മം, ഇതിഹാസ പ്രസിദ്ധനായ അവൻ. എങ്ങനെയാ ഇതിഹാസ പ്രസിദ്ധി? എങ്ങനെയാ അവൻ ഇതിഹാസ പ്രസിദ്ധി കിട്ടിയത്? ഓമിത്യേതക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാര ഏവ യച്ചാന്യ ത്രികാലാതീതം തദപ്യോങ്കാര ഏവ. അതാണ് അവന്റെ ഇതിഹാസ പ്രസിദ്ധി. ഞാനിതിന്റെ ഏറ്റവും അടുത്ത വ്യാഖ്യാനം പറയാം. അത് ഓം എന്ന നിർദ്ദേശമാകുന്നു. ഈ അക്ഷരം ഓങ്കാരം ഭൂതവും ഭവത്തും ഭവിഷ്യത്തുമാകുന്നു. ഏതൊന്ന് അന്യമായി ത്രികാലാതീതമായുണ്ടോ അതും ഓങ്കാരമാകുന്നു. ആ ഇതിഹാസ പ്രസിദ്ധനായ പ്രണവം, ഓങ്കാരം, ബ്രഹ്മം നമ്മെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അവതു അവരക്ഷണേ, രക്ഷിക്കട്ടെ. അവധാതുവിൽ നിന്ന് തന്നെ ഓങ്കാരവും, ഓങ്കാരത്തിനും രക്ഷിക്കുക എന്നർത്ഥം. വീണ്ടും അടുത്തത് സഹ നൗ ഗുണത്തു, അവിടെ ഒരുമിച്ചെന്നാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പാലിക്കാം. നമ്മുടെ ബോധത്തിൽ നിർദ്ദിഷ്ടമായ ഈ പ്രപഞ്ചത്തെ ഒരുമിച്ച് പാലിക്കാം. കഴിക്കാം എന്നല്ല, ആ പാലനം തന്നെ കഴിക്കൽ എന്നുള്ളതുകൊണ്ട് കഴിക്കാം എന്നെടുക്കാം. പാലിക്കാം എന്നാണ്. ഭുജ രക്ഷായാം, ഭുനക്കുതു ഭുജിക്കാം, ഭുജരക്ഷായാം രക്ഷിക്കാം. കഴിക്കലിൽ വലിയ കാര്യമില്ല, കഴിക്കുന്നതും രക്ഷിക്കാനാണ്. കഴിക്കുന്നത് എൻ്റെ തൃപ്തിക്കല്ല. എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും ഈ ശരീരവും ഈ കഴിക്കൽ കൊണ്ട് സൗഷ്ഠവമുള്ളതായിത്തീർന്ന് എൻ്റെ രണ്ടാമത്തെ ആത്മാവായ ഈ ലോകത്തെ രക്ഷിക്കാനാണ് ഞാൻ കഴിക്കുന്നത്. വാക്കും മനസ്സും ഇണചേർന്നുണ്ടാകുന്ന എൻ്റെ പ്രപഞ്ചം എൻ്റെ രണ്ടാമത്തെ ആത്മാവാണ്. അതിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് ഞാൻ ഈ കഴിക്കുന്നത്. ആഹാരമെല്ലാം രക്ഷയ്ക്കാണ്. സഹ നൗ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ.
നമുക്കൊരുമിച്ച് വീര്യം നേടാം. അതിന് നമ്മുടെ ബുദ്ധി, നമ്മുടെ അതീതം, നമ്മൾ അറിഞ്ഞത് ഏതൊരു അധിഷ്ഠാനത്തിലാണോ ഇതൊക്കെ അറിഞ്ഞത്, അതീതം വീര്യമുള്ളതായിരിക്കട്ടെ, തേജസ്സുറ്റതായിരിക്കട്ടെ, ആരെയും നാം വിദ്വേഷിക്കാതിരിക്കട്ടെ, വിദ്വേഷമരുത്. ഇതാ ഇതിന്റെ സൂത്രവാക്യം. അവിടെ എത്തിയാൽ തം തൗ ഉപനിഷദം പുരുഷം, ഉപനിഷദ് വേദ്യമാണ്. തം തൗ ഉപനിഷദം വേദ്യം പൃച്ഛാമി എന്ന് ബൃഹദാരണ്യകം. ഇങ്ങനെയായി പഠിപ്പ് പോകുന്നത്. ഇതെല്ലാം കൂട്ടിക്കൊരുത്തൊരു പഠനം വേണമെങ്കിൽ, അതിൻ്റെ നിഗൂഢതകൾ അറിയണമെങ്കിൽ ആ തലത്തിലൂടെ പോകണം. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് പണ്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാ അറിവും ഉണ്ടായിരുന്നു, മറ്റു മതങ്ങൾക്ക് ഇത്രയും പുസ്തകം ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഈ അറിവെല്ലാം ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരടി നടത്താൻ ഇതൊക്കെ പഠിക്കാം. ശാന്തി വളരെ ദൂരെ. അങ്ങനെ മറ്റു മതം പോലൊരു ഹിന്ദു മതവും ഉണ്ടാവും. അതിൻ്റെ കുറവും കൂടി ഇനിയുള്ളൂ എന്നാണ് ആത്മാദൃശന്മാരായ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ സുഖായി. മറിച്ച് അതിന്റെ അനുഭവവേദ്യങ്ങളായ ലോകങ്ങളിലൂടെ പോകുമ്പോൾ അവൻ ഇതൊന്നും അല്ലെന്നാണ് അറിയുന്നത്. അത് തരുന്നൊരു അവാച്യമായ അനുഭൂതിയുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവോ? ഞാൻ കുമാരനല്ല, കുമാരിയല്ല, എങ്കിൽ പിന്നെ ഇതൊന്നുമല്ല. ആ രീതിയിൽ പറയുന്നൊരു അനുഭവവേദ്യമായ ലോകം. അപ്പൊ ആ പുരുഷനെ കുറിച്ച് അർത്ഥം ഉപനിഷത് വേദ്യം, ഉപനിഷത്ത് കൊണ്ടറിയുന്നത്. അങ്ങനെ മുനിയാവുക പരിഭാഗാവസ്ഥ വന്നാൽ സ്ഥിതപ്രജ്ഞത്വം. വിശ്ലേഷണപൂർവകം സ്ഥിതപ്രജ്ഞാവസ്ഥ വർണ്ണന കഴിഞ്ഞു.